കേരളത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമാണ് അധ്യാപകൻ്റെ കൈവെട്ട് കേസ്. അതിലെ ഒന്നാം പ്രതിയായ സവാദിനെ വർഷങ്ങൾക്ക് ശേഷം NIA സംഘം കഴിഞ്ഞ ദിവസമാണ് അതീവ രഹസ്യമായ നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്തത്. കേരള പോലീസിനെ പോലും അറിയിക്കാതെ, ലോക്കൽ പോലീസിന് ഒരു വിവരം പോലും ലഭിക്കാതെ SP മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു നീക്കമായി തന്നെയാണ് NIA ഇതിനെ ആസൂത്രണം ചെയ്തത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനെ തുടർന്ന് ഒട്ടേറെ നേതാക്കളെയും പ്രവർത്തകരെയും ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇതിലൂടെ തന്നെ സവാദിനെയും പിടികൂടാമെന്നൊരു പ്രത്യാശ NIA സംഘത്തിനുണ്ടായിരുന്നു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനും അതുപോലെ CPM-നും ഒരുപോലെ തന്നെ സ്വാധീനമുള്ള ഒരു മേഖലയിലാണ് കൈവെട്ട് കേസിലെ പ്രതിയായ സവാദ് കുടുംബസമേതം ഒളിവിൽ കഴിഞ്ഞുവെന്ന് പറയുന്നത് ശരിയല്ല, വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി വിഹരിച്ചു കഴിഞ്ഞിരുന്നത്. ഇരിട്ടി നഗരസഭയിലെ തൊട്ടടുത്ത് 3 ഡിവിഷനുകളെ പ്രതിനിധീകരിക്കുന്നതും SDPI തന്നെയാണ്. ഈ ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചായിരുന്നു സവാദ് ജോലിയിൽ ഏർപ്പെട്ടത്. നാട്ടുകാർ പറയുന്നതനുസരിച്ചാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി സവാദിനു വേണ്ടി വിദേശ രാജ്യത്തടക്കം വല വിരിച്ചിരുന്നു. വലിയ തോതിലുള്ള അന്വേഷണം നടത്തിയിരുന്നു. രാജ്യം വിട്ടിരിക്കാമെന്നുള്ള നിഗമനത്തിൽ തന്നെ ആയിരുന്നു അന്വേഷണ ഏജൻസികൾ. അതുകൊണ്ട് പുറം രാജ്യത്തൊക്കെ തന്നെ അന്വേഷണം നടത്തി പോരുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ സവാദ് ഖത്തറിലേക്ക് കടന്നു എന്നുള്ള സൂചന ലഭിച്ചിരുന്നു. അതിനുശേഷമായിരുന്നു വിമാനത്താവളത്തിലടക്കം ലുക്കൌട്ട് നോട്ടീസ് പതിച്ചത്. സവാദ് പിന്നീട് സിറിയയിലേക്ക് കടന്നതായ ഒരു പ്രചാരണം ലഭിച്ചുവെങ്കിലും അതിനൊന്നും തെളിവില്ലായിരുന്നു. ഇതൊക്കെ പറയപ്പെടുകയായിരുന്നു. നേപ്പാൾ, മലേഷ്യ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും NIA സംഘം അന്വേഷണം നടത്തിയെങ്കിലും അതിനൊന്നും തന്നെ ഫലമുണ്ടായിരുന്നില്ല. പിന്നീട് ദുബായ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ സവാദ് ഉണ്ടായിരിക്കാമെന്നുള്ള ഒരു നിഗമനത്തിൽ ഊർജിതമായ അന്വേഷണം നടന്നിരുന്നു. ഇതിനേറെ പറയുന്നു, ഇന്ത്യൻ ചാരസംഘടനയുടെ റോയുടെ ഏജന്റുമാരടക്കം ഈ അന്വേഷണത്തിൽ പങ്കാളികളായി എന്നാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഏറെക്കാലം നേപ്പാളിൽ ഒളിവിൽ താമസിച്ച MK നാസറിനൊപ്പം തന്നെ സവാദും ഉണ്ടായിരിക്കാമെന്നുള്ള നിഗമനത്തിൽ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരുന്നു. നാട്ടിലുള്ള അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു. അവരുമായി ഒന്നും തന്നെ ഇയാൾ ബന്ധം വെച്ച് പുലർത്തിയിരുന്നില്ല. ഇത് തന്നെയാണ് അന്വേഷണ സംഘത്തെ വലച്ചത്. എന്നാൽ നാസർ കീഴടങ്ങിയ ശേഷം വളരെ വിശദമായി ചോദ്യം ചെയ്തു. സവാദിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചെങ്കിലും സവാദിനെ സംബന്ധിച്ച ഒരു വിവരവും ഒരു സൂചനയും നാസറിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നില്ല. നിലവിൽ കണ്ണൂരിൽ മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. ബേരത്ത് വന്നതോടെ മരപ്പണി പഠിച്ചുവെന്നും പറഞ്ഞു. റിയാസ് എന്നൊരാളുടെ സംഘത്തിലായിരുന്നു ഇയാൾക്ക് ജോലി ഉണ്ടായിരുന്നത്. ജോലി വാങ്ങി നൽകിയതും ഇയാൾ തന്നെ ആകുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാടക വീടിന് സമീപത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടക്കുന്ന ഒരു വീട്ടിലായിരുന്നു പണിയുണ്ടായിരുന്നത്. സവാദ് അയൽവാസികളുമായി ഒട്ടും തന്നെ അടുത്തിടപഴകുന്ന പ്രകൃതക്കാരനായിരുന്നില്ല. വളരെ അന്തർമുഖനായിരുന്നു. നാടെവിടെ എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ മലപ്പുറത്ത് തിരൂരാണെന്ന് പറഞ്ഞ് അത് അവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ്. അതേക്കുറിച്ച് കൂടുതൽ വിശദവിവരങ്ങളൊന്നും തന്നെ പങ്കുവയ്ക്കാറില്ല. പഴയ കാലത്തെക്കുറിച്ചൊന്നും തന്നെ സവാദ് ഒരു കാര്യവും ആരോടും വിട്ട് പറയാറുമില്ല. അയൽ വീട്ടിൽ പോകാനോ എന്നാൽ അയൽ വീട്ടുകാർ തൻ്റെ വീട്ടിലേക്ക് വരുന്നതിനോടുള്ള താല്പര്യമോ ഒന്നും തന്നെ സവാദിനില്ലായിരുന്നു. ഇതൊക്കെ തന്നെ കൃത്യമായി വിശകലനം ചെയ്ത് രഹസ്യമായി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA സംഘം ഒരു പദ്ധതി ഒരുക്കി സവാദിനെ പിടികൂടിയത്. ശാന്ത പ്രകൃതക്കാരനാണ് സവാദെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. സവാദ് എന്തൊക്കെ ചെയ്യുന്നു, എവിടെയാണ് താമസം, എന്തൊക്കെയാണ് നീക്കങ്ങൾ, ഇതൊക്കെ കൃത്യമായി നിരീക്ഷിച്ച് ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കണ്ണൂരിൽ NIA സംഘം ക്യാമ്പ് ചെയ്താണ് ഈ അറസ്റ്റ് നടത്തിയത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാത്രമായിരുന്നു NIA അറസ്റ്റ് ചെയ്യുമെന്ന വിവരം പങ്കുവച്ചത്. എന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ലോക്കൽ പോലീസിനെയോ യാതൊരു വിവരവും അറിയിച്ചിരുന്നില്ല. മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് അവർ ഇക്കാര്യം മനസ്സിലാക്കിയത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപായിരുന്നു സവാദിൻ്റെ ഫോട്ടോ അടക്കം NIA സംഘം പ്രസിദ്ധീകരിച്ചത്. എന്നിരുന്നാൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് പ്രസിദ്ധീകരിച്ചത്. ഇയാളെ കണ്ടു കിട്ടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്കൊപ്പമായിരുന്നു സവാദിൻ്റെ ചിത്രം കൂടി NIA സംഘം പ്രസിദ്ധീകരിച്ചത്. ഇത് പൊതുജനങ്ങൾക്ക് വിവരം പങ്കുവയ്ക്കാനുള്ള വലിയ ഒരു ആശ്വാസമായി മാറിയിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പർ അടക്കം പുറത്തുവിട്ടിരുന്നു.